നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ റംസാൻ സമയത്ത് നോമ്പൊക്കെ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിങ്ങും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ക്യാരറ്റും പാലുമാണ്. കുൽഫിയുടെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസും മതി. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു വെജിറ്റബിളാണ്. നമ്മളുടെ ശരീരം നല്ലതാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊന്നും ഈ ഒരു ഷേക്കിനില്ല. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഓപ്ഷണലാണ്, പക്ഷേ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. കാരണം നല്ലൊരു ഫ്ലേവറും ഒരു കൊഴുപ്പും കിട്ടും നമ്മുടെ ഷേക്കിന്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എൻ്റെ ക്യാരറ്റിന് നല്ല മധുരമുണ്ട്. മധുരം കുറവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4-5 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആൽമണ്ട്സും 4-5 എണ്ണം ചേർത്ത് കൊടുക്കുക. ഈ അണ്ടിപ്പരിപ്പ് ആൽമണ്ട്സും പിന്നെ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഒരെണ്ണം. ഇതാണ് ശരിക്കും നമ്മളുടെ ഷേക്കിന് ഒരു കുൽഫിയുടെ ടേസ്റ്റ് കൊണ്ടുവരുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മളിത് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ക്യാരറ്റ് തോടെല്ലാം കളഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. അതിൽ നിന്നൊരു 1/4 ഭാഗം അല്ലെങ്കിൽ ഒന്ന് തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ക്യാരറ്റ് ശരിക്കും പച്ചയ്ക്കും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതാണ് കൂടുതൽ ഗുണം. പക്ഷേ ടേസ്റ്റ് വേവിച്ചിട്ട് ചേർക്കണം തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി ഗുണമാണ് പച്ചക്ക് ചേർത്ത് കൊടുത്താൽ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കുക. കുറച്ച് ചങ്ക്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ക്യാരറ്റ്സിൽ നമുക്ക് ആ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3/4 ലിറ്റർ പാലാണ്. ഈ പാല് ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച് അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്തേക്കുന്നതാണ്. ഇപ്പോൾ ഈ പാലിന് ഒട്ടും ചൂടില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കുറച്ച് പാലൊന്ന് ഫ്രീസറിൽ വെച്ച് ഇതുപോലെ ഒന്ന് കട്ടകളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ക്യാരറ്റിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ മിൽക്ക് ഷേക്കിൻ്റെ കളർ നോക്കിക്കോ. നല്ലൊരു ഓറഞ്ചും പിങ്കും ഒക്കെ കൂടി പീച്ചും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ല കണ്ടില്ലേ, ഈ ഒരു നല്ലൊരു പീച്ചിഷ് കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. കണ്ടില്ലേ, ഈ ഒരു ഇതിലായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതുപോലെ തന്നെയാണ് ടേസ്റ്റും, നല്ല ടേസ്റ്റുമാണ്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് കുറച്ച് ആഡംബര പണികളാണ്. കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. കുറച്ച് പോമഗ്രാനൈറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ആപ്പിൾ കൊത്തി അരിഞ്ഞതോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റാണ് തണുപ്പിച്ചിട്ട് കുടിക്കുന്നത്. പക്ഷേ തണുപ്പ് പറ്റാത്തവർക്കോ അല്ലെങ്കിൽ തണുപ്പ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ തന്നെ കുടിക്കാനും ടേസ്റ്റാണ്. പക്ഷേ തണുപ്പിക്കുന്നതാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. അപ്പോൾ നല്ല ഹെൽത്തിയും റിഫ്രഷിങ്ങും ആയിട്ടുള്ള നമ്മളുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റും. നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ അധികം സമയം വേണ്ട, അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ബേസിൽ സീഡ് അല്ലെങ്കിൽ നമ്മുടെ കസ്കസൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കുക. ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കുമ്പോൾ അത് നല്ലപോലെ വീർത്ത് വരും. അത് കുറേശ്ശെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഓപ്ഷണലാണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഡ്രിങ്ക് കുടിക്കുമ്പോഴും ഇതിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും ഒക്കെ അതൊരു നല്ല രുചി തന്നെയാണത്. ഇപ്പോൾ ഞാനിതിൻ്റെ പുറത്ത് കുറച്ച് പിസ്താഷ്യോ ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിഫ്രഷിങ്ങും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഫില്ലിങ്ങും ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചാൽ ഒരുപാട് നേരം നമുക്ക് പിന്നെ വിശക്കത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കമൻസിൽ കൂടെ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.